അപ്പോഴേ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നത്തെ വീഡിയോ ആണ്. അപ്പം പിള്ളേരിങ്ങനെ ഒരുങ്ങുന്നതും എടുക്കുന്നതും ഘോഷയാത്രയ്ക്ക് പോകുന്നതും ഒക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇന്ന് 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ചയായി പോയിട്ട് വന്നപ്പോഴത്തേക്കിനും കേട്ടോ, ഇത് ഞങ്ങളുടെ പ്ലാവിലെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ. അതും പഴുത്തടന്ന് വീണു. പക്ഷേ വെള്ളമൊക്കെ കയറിയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ കളഞ്ഞു കേട്ടോ. അങ്ങനെ ചക്ക സീസൺ കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്കിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ എങ്ങനെ ഉണ്ടായെന്നറിയത്തില്ല, ഈ സാധനം പൂത്ത് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് പാഷൻ ഫ്രൂട്ടാണെന്ന്. എങ്ങനെയോ അരി വീണ് കണ്ട് കിളിച്ച് വന്നതാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ കിളിച്ച് വരുന്നു കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ പണ്ട് ഇവിടെ എന്ത് നട്ടാലും കിളിക്കത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഇങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാലും നമുക്ക് ഇവിടെ അങ്ങ് പിടിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തായാലും എല്ലാം നമ്മൾ തന്നെ അറിയാതെ എല്ലാം പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ കുറേ പാഷൻ ഫ്രൂട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് പിച്ചുമല്ല, ഇപ്പം താഴെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് കുറേ പഴുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പടർന്നുകൊണ്ട് അമ്മ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ആ കൂട്ടത്തിൽ എനിക്ക് കൂട്ടിന് മിക്കു ഉണ്ട് കേട്ടോ. മിക്കുവിനെ മാത്രമേ ഞാൻ അഴിച്ചു വിട്ടപ്പോൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ല തന്നെയാണ് കാരണം ബെല്ലയ്ക്കാണെങ്കിൽ എന്താ ഈ പിങ്കുവിനെയും പപ്പിയെ ഇഷ്ടമല്ല. ഞാൻ എവിടെ പോയാലും അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഇവരെല്ലാം എൻ്റെ വാല ഞാൻ എവിടെ പോകുന്നു അവിടെ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ബാത്റൂമിൽ കയറുവാണെങ്കിൽ ഞാൻ ബാത്റൂമിൻ്റെ കഥ അടച്ച് ഞാൻ ഇറങ്ങി വരുന്നത് വരെ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ബെല്ല കിടന്ന് ബഹളം വയ്ക്കും പപ്പിയും പിങ്കുവിനെയും കാണുമ്പോൾ. അപ്പം മിക്കുവിനോടും ഇഷ്ടമാണ്, റോക്കിയോടും ഇഷ്ടമാണ് ബെല്ലയ്ക്ക്. ബാക്കി രണ്ടുപേരും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ മിക്കുവിനെ മാത്രം അഴിച്ചു വിട്ടത്. ഈ സൈഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് കുറേ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ട്, അതുകൊണ്ട് ഇതിനകത്തുനിന്ന് നമ്മുടെ വാഴയുടെ വാഴക്കൈയും എല്ലാം കൂടെ നിൽക്കുന്നുണ്ട്. കുറേ പാടാണ്, ഇനിയുണ്ട് കുറേ. എന്നാലും ഞാനൊരു 5-6 പിച്ചുള്ളൂ കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് സപ്പോട്ടക്കായും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും പഴുത്തില്ല. പേരയ്ക്ക ഉണ്ടായിരുന്നു 2 അതൊക്കെ പഴുപ്പിച്ച് ഞങ്ങൾ നേരത്തെ കഴിച്ചു കേട്ടോ. എന്തായാലും ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവണം എന്നുള്ളത്, മാങ്ങയൊക്കെ. എന്തായാലും ഇപ്പോൾ അത് സാധിച്ചു വരിക. അങ്ങനെ എന്തായാലും കുറച്ച് 5-6 പിച്ചെടുത്ത് കേട്ടോ. പിച്ചെടുത്ത് ഇനിയിപ്പം സദ്യ കഴിച്ചിട്ട് വന്നല്ലേ, പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാം. എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് പിന്നെ ചിലവായിക്കോളും. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഘോഷയാത്രയുണ്ട്. നമ്മുടെ അടുത്തൊരു കൃഷ്ണനമ്പലമുണ്ട്, അങ്ങോട്ടേക്ക്. അപ്പം എല്ലാ വർഷവും ഇല്ല, ചില വർഷങ്ങളിൽ ഞാൻ ഒരുക്കുന്നത് പിള്ളേരെ കേട്ടോ. ഒക്കുന്ന വർഷങ്ങളിലൊക്കെ ഞാൻ ഒരുക്കി വിടുന്നതാണ്. അപ്പോൾ കൃഷ്ണനായിട്ട് ഒരുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ കൃഷ്ണനായിട്ടായിരുന്നു ഞാൻ ഒരുക്കി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആശ്മി കൃഷ്ണനായിട്ട് ഒരുക്കി വിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഞാനങ്ങ് മടിച്ചായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചിരുന്നത്. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ പിള്ളേരും ട്യൂഷൻ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും കൂടെ ഇളക്കി വിട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ആശ്മി തട്ടി നിൽക്കുകയാണ്, ഒരുങ്ങണം എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ ഇങ്ങനെ ഒരുക്കി വിടുന്നതും. എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഇന്നിപ്പം അങ്ങാകെ എന്തോ മടിച്ച് ഇപ്പം ക്ഷീണമൊക്കെ ഉണ്ട്, ഞാനങ്ങ് മടിച്ചായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് ഗോപികയായിട്ട് അങ്ങ് ഒരുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുങ്ങി പോകാനും ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കാനും ഭയങ്കര ഇഷ്ടമല്ല. എല്ലാ പ്രാവശ്യം കൂടുതലും ഞാൻ അവരുടെ നിർബന്ധത്തിനാണ് ഇറങ്ങുന്നത്. എനിക്ക് സ്വല്പം മടിയൊക്കെ സമയമാകുമ്പോൾ വരും. എന്തായാലും ഇന്ന് അവരുടെയും കൂടെ ഒരാഗ്രഹമില്ല, പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് സാധനങ്ങളെല്ലാം എടുത്ത്. ഡ്രസ്സൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഓർണമെൻറ്റ്സ്, ലച്ചുവിൻ്റെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം വേണ്ട ഒരുങ്ങാനായിട്ട് പോകട്ടെ. അപ്പോൾ ട്യൂഷൻ വീട്ടിൽ ചെല്ലുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചും ലച്ചും എല്ലാവരും കൂടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ കാരണം കുറേ പിള്ളേരുണ്ടല്ലോ, എല്ലാവരെയും കൂടെ ഒരുക്കി അവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലച്ചു പിള്ളേരെയും കൊണ്ടുവിടാനായിട്ട് പോവുകയാണേ. അത് മാത്രമല്ല നാളെ എക്സാം തുടങ്ങുക കേട്ടോ. സെമസ്റ്റർ എക്സാം തുടങ്ങുകയാണ് തിങ്കളാഴ്ച. അപ്പം നാളെ ലച്ചുവിന് ബുധനാഴ്ച ഉള്ളൂ. ആശ്മിക്ക് നാളെ മാത്സിൻ്റെയാണ്. അപ്പം ട്യൂഷനിൽ പോയി എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അത് ട്യൂഷൻ വീട്ടിൽ നിന്നും പറഞ്ഞാൽ എല്ലാം പഠിച്ചു വെച്ചിരിക്കുവാന്ന്. അപ്പം രാവിലെയൊക്കെ കല്യാണത്തിന് പോയേക്കുന്നതുകൊണ്ട് പുസ്തകം നോക്കിയിട്ടില്ല. ഇനിയിപ്പം ഈ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും രാത്രിയാവും. പിന്നെ പഠിക്കാനും കുറച്ച് സമയം വേണ്ടായോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ഒന്ന് പരീക്ഷയും കൂടെ തുടങ്ങുന്ന ഒരു സമയം കൊണ്ടാണ് ഇച്ചിരി ഒന്ന് പുറമോട്ട് നിന്നത്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൊച്ചമ്മമാർക്കെല്ലാം രാവിലെ ഞാൻ ചോറും, ഇന്ന് മീനായിരുന്നു കേട്ടോ. ഇന്ന് മീനും ചോറൊക്കെ കൊടുത്തിട്ടാണ് പോയതുകൊണ്ട് അരുത്തിക്കൊച്ചമ്മയ്ക്കും കേട്ടോ ചോറൊന്നും കഴിക്കാൻ വലിയ പാടാണ്. ചോറൊക്കെ അതേപോലെ ഇരിക്കുക. ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ എന്താണ്ട് കൃഷ്ണനെയും ഗോപികമാരെയൊക്കെ ഒരുക്കി നമ്മുടെ ഘോഷയാത്ര തുടങ്ങുന്ന സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവർ ഓട്ടോയിലാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ വകയായിട്ട് ഓട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ റെഡിയായിട്ടില്ല, ഞാനിവിടെ ഉണ്ട്. ഞാനിനി ഘോഷയാത്രയൊക്കെ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വീട്ടിൽ ഇപ്പോൾ റെഡിയായിട്ട് ഇവരുടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊത്തിരി ജോലിയുണ്ട് വീട്ടിൽ. കാരണം വൈകിട്ടത്തേക്ക് ഇന്ന് കല്യാണത്തിന് പോയതുകൊണ്ട് വൈകിട്ടത്തേക്കൊന്നും ഒരുക്കിയിട്ടില്ല. അപ്പോൾ വൈകിട്ട് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന്
ഇവരുടെ കൂടെ പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു അമ്പലത്തിൽ കയറും, അവിടെ നിന്നാണ് കുറേ കൃഷ്ണന്മാരുള്ളത്. എന്നിട്ട് ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാർ കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമാണ് കാണാൻ. പക്ഷേ ഞങ്ങളുടെ ഈ സ്ഥലത്ത് അത്ര വിപുലമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ദേവും ലച്ചും കൂടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിള്ളേർ കേട്ടോ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ദേവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലച്ചുവിനെ ആശയൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വെച്ചാട്ടോ. അങ്ങനെ ലച്ചുവിന് ഡാൻസ് ഭരതനാട്യം സ്കൂളിൽ കളിക്കുമ്പോൾ സ്വന്തമായിട്ടായിരുന്നു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡാൻസ് സ്കൂളിലൊക്കെ അത്യാവശ്യം മേക്കപ്പ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. എന്തായാലും കൊച്ചു കൊച്ചു കൃഷ്ണന്മാർ, കുഞ്ഞു കൃഷ്ണന്മാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഒരുങ്ങുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഒരു 7 മണിയൊക്കെ 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഘോഷയാത്രയൊക്കെ തീർന്നുണ്ടോ. ഞാൻ ഇവിടെ വെച്ച് ഇത്രയും വീഡിയോസ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.